ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങൾ വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഇന്ന് ഞാൻ രാവിലെ തന്നെ വന്നത് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം പണി വേഗം എളുപ്പമുണ്ടല്ലോ. അപ്പോൾ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം അല്ലുവിന് ഉപ്പുമാവ് വേണ്ട അറിഞ്ഞു. അപ്പം അല്ലുവിന് പയം വാട്ടിയും ചെയ്തു കേട്ടോ. അപ്പം അല്ലുവിന് നമ്മൾ സാധാ പയം വാട്ടുക പറഞ്ഞാൽ നമ്മൾ ഓയിലിലിട്ട് വാട്ടി ഓയിലിൽ പയം നുറുക്കിയാണ്ട് ഒന്ന് പയം അങ്ങോട്ടും ഇങ്ങോട്ടും വറുത്തിട്ടിട്ട് ഒന്ന് പാടി വരുമ്പോൾ കുറച്ച് പഞ്ചാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അനൂപ്പിന് ഉപ്പുമാവ് പറ്റൂല, പറ്റൊക്കെ ചെയ്യും. അപ്പോൾ ഓനക്ക് രാവിലെ ഉപ്പുമാവ് വേണ്ട പറഞ്ഞപ്പോൾ പയം ഉണ്ടായപ്പം പയം വാട്ടും വേണം പറഞ്ഞപ്പോൾ അങ്ങനെ ഓനക്ക് പയം വാട്ടി കൊടുത്ത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടാണ്. അപ്പം പണി വേഗം കഴിഞ്ഞിട്ട് രാവിലത്തെ ഉപ്പുമാവ് ആയോണ്ട് കൊണ്ട് പണി വേഗം ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ചോറും കൂട്ടാനൊക്കെ വെക്കാനല്ല. പിന്നെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയിട്ടാണ്. ജന്നക്കുട്ടിയാണ് സൗണ്ട് എടുക്കുമ്പോൾ ഓള് വർത്താനം പറയുന്നത്. അപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ പോയി നോക്കി. അപ്പോൾ നമ്മളെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ട് കേട്ടോ, ചെടികളൊക്കെ പൂവ് ഇട്ടിന് കേട്ടോ. ആദ്യം കുറച്ച് പൂവ് ഇട്ടിട്ടുള്ളൂ, ഇനിയിപ്പം കുറേ പൂവ് ഇട്ടിന് കേട്ടോ. അപ്പോൾ മുറ്റത്ത് നോക്കുമ്പോൾ ഒരു ഭംഗിയാട്ടോ പൂവ് ഇട്ടത് ഇങ്ങനെ കാണുമ്പോൾ. നിറച്ചിങ്ങനെ കൂട്ടായി ഇനിയും ഉണ്ട് കേട്ടോ പൂവിടാനും. മുട്ട ഇട്ടിന്. അപ്പോൾ ഇനിയും ഉണ്ട് പൂവിടാനും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരമായിട്ട്, അപ്പോൾ വൈകുന്നേരമായപ്പോൾ അലൂഫ് എന്തെങ്കിലും ചായക്ക് കടി വേണം, ചായക്ക് എന്തെങ്കിലും വേണം പറഞ്ഞിങ്ങനെ നിൽക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായക്കാണെങ്കിൽ പയം രാവിലെ കഴിഞ്ഞും ചെയ്തു. പയംപൊരി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയാൽ പയവും ഇല്ല. അപ്പോൾ പിന്നെ അങ്ങനെ നിന്നപ്പം പുട്ട് ചുട്ട് തരാറുണ്ട് മക്കളോട്. വറ്റുണ്ട്, ചോറുണ്ട്. അപ്പം അരിപ്പൊടിയോട് നമ്മൾ ആദ്യം ചോറെടുത്താണ്ട് നമ്മൾ ജാറിലടിച്ചാൽ കുറച്ച് ഉപ്പ് ഇട്ടാണ്ട് വെള്ളം പറഞ്ഞാണ്ട് എന്നിട്ട് അങ്ങനെ ഇട്ടാൽ ഞാൻ പുട്ടിൽ കൊയ്ക്കൽ. നിങ്ങളൊക്കെ എങ്ങനെയാണ് കൊയ്ക്കൽ? പച്ചവെള്ളത്തിലാണോ അല്ലെങ്കിൽ വറ്റരിച്ചിട്ടോ എങ്ങനെയാണോ? അപ്പോൾ അതിക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട്. മുട്ട പീഞ്ഞാണ്ട് നമ്മൾ തേങ്ങ അരച്ച് പോരല്ലോ. അപ്പം അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാൻ മതി ചോദിച്ചപ്പോൾ മക്കൾ അത് മതി പറഞ്ഞു മക്കൾ. അപ്പം ഞാൻ ചായ ഉണ്ടാക്കാറുണ്ട് വൈകുന്നേരം അതിനും വേണ്ടി നിന്നിട്ടോ, പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ ഓരോ ദിവസത്തിൽ ഓരോ പരിപാടികളില്ലേ. നിങ്ങളൊക്കെ എങ്ങനെയാണ് വൈകുന്നേരം ചായക്കടി ഉണ്ടാക്കുമോ? ബേക്കറി ആണോ പലഹാരങ്ങൾ ഉണ്ടാക്കലുണ്ടോ? അങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വേഗം പുട്ടിന് ഇതാക്കിയപ്പോൾ പുട്ടിന് പൊടിയിട്ടപ്പോൾ കുറച്ച് കൂടിയൊരു സംശയം കേട്ടോ. അവന് കൂടാണെങ്കിലും രാത്രി വന്ന് മക്കൾ തിന്നോളും വിചാരിച്ചു. പിന്നെ ഇഞ്ചി പറിച്ചിട്ട് വൈകുന്നേരം. അപ്പം നല്ലോണം ആയിട്ടൊന്നുമില്ല, മൂപ്പ് വന്നിട്ടില്ല, ഇളയത് തന്നെ. അപ്പോൾ കുറച്ച് ആവശ്യമുള്ള ഇഞ്ചി എടുത്തിട്ട് ബാക്കി കുഴിച്ചിടാൻ വിചാരിച്ചു. അപ്പം മുട്ടക്കറിക്കും വേണ്ടി നമ്മൾ തേങ്ങ പൊളിച്ചു കേട്ടോ. ഇക്കുണ്ടെങ്കിൽ ഇക്കാവും തേങ്ങ പൊളിച്ചരല്. ഇന്നിപ്പോൾ ഞാനാട്ടോ തേങ്ങ പൊളിച്ചത്. അങ്ങനെ നമ്മളെ പുട്ടും മുട്ടക്കറി ആയിട്ട് മക്കളൊക്കെ തിന്നാൻ തുടങ്ങി. അതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവൾ നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും.